ൂടെ ദൈവത്തെ സ്തുതിക്കുക എത്രേ ചെയ്യുന്നു. എന്തിനാ നമ്മളിങ്ങനെ അടുത്തു വരുന്നത്? ചോദ്യം പ്രസക്തമായിട്ടുള്ള, എയറിൽ നിർത്താനായിട്ടല്ല, നമ്മളോട് തന്നെ ചോദ്യം, എന്തിനാ അടുത്തു വരുന്നത്? പ്രൈസ് ദി ലോർഡ്. തത്സമയത്ത് കൃപ ലഭിപ്പാൻ ദൈവമക്കൾ കൃപാസനത്തോട് അടുത്ത് ചെല്ലണമെന്ന് തിരുവചനം പറയും. തത്സമയത്ത് കൃപ ലഭിക്കാൻ ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനായിട്ട് ദൈവം ഒരുക്കിയ പദ്ധതിയാണ് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹത്തെ നൽകിയിരിക്കുന്നു. അതിൻ്റെ പ്രദർശനമാണ് ഈ ദിവസങ്ങളിലൊക്കെ. മുമ്പേ ഓർപ്പിച്ചു, താടിമോടികൾ അല്ലേ, ടൗണുകളിൽ, സിറ്റികളിൽ, പിന്നെ വീടുകളിൽ ഒക്കെ അലങ്കാരങ്ങളും നക്ഷത്ര വിളക്കുകളും പ്ലംസ് ആൻഡ് പുഡിങ്സിൻ്റെ ഷെയറിങ്സ് ഒക്കെ നടക്കുന്നതിനറിയാമോ? ഇതിൻ്റെ ഒരു ബാഹ്യമായ പ്രകടനമാണ്. പ്രകടനപരത കൊണ്ട് ന്യൂക്ലിയസ് നഷ്ടപ്പെടുന്ന ക്രിസ്തീയ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുമ്പോൾ ദൈവമക്കൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. കാര്യമായി ചിന്തിക്കേണ്ടത്, പാടിയ പാട്ട് കാണുന്നു എൻ്റെ അയൽവക്കക്കാരനല്ല പാടിയത്, പിന്നെ എന്താ? കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ നടക്കുമോ? ഒരു സ്തോത്രമേ വന്നുള്ളൂ. നടക്കുമോ? ചെങ്കടൽ എൻ്റെ മുൻപിൽ വഴിമാറുന്നു. പണ്ടൊരിക്കൽ മാറി. എൻ്റെ ഉപ്പപ്പാകായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സുഖമാണ് അല്ലേ? അമ്മാവനൊരു ആനയുണ്ടായിരുന്നു. അനന്തരവന് എന്നാ ഗുണം? ഒരു തഴമ്പും ഉണ്ടാകത്തില്ല. നാടൻ ഭാഷയാണ്, നമുക്കറിയാവുന്ന. ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുമ്പോൾ കാണുന്നു ഞാൻ വിശ്വാസത്തിൽ എൻ്റെ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നുവെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വചനം പ്രഘോഷിക്കുന്നിടത്ത് ഒരു നാളിൽ ഒരു കുറവും വരത്തില്ല. ബാക്കി എന്തിന് കുറവ് വന്നാലും ദൈവവചനം പ്രഘോഷിക്കുന്നിടത്ത് ഒരു കുറവും വരാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ആ ജഡത്തിൽ വെളിപ്പെട്ട സ്നേഹത്തെയാണ് നമ്മളിവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ. എന്തിനാക്കാലം ഒന്നിച്ച് ചിന്തിപ്പാൻ ദൈവം നമുക്ക് പ്രാപ്തി നൽകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം, എബ്രായർ 9 അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും ദൈവമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്ന ഒരു കൂട്ടം ആളുകൾ. പ്രൈസ് ദി ലോർഡ്. സാധിപ്പിച്ചു തന്നു എന്നുള്ളത് തത്വമല്ല, ഒരു റിയാലിറ്റി. ആ റിയാലിറ്റിയാണ് നമ്മുടെ മുൻപിൽ ഇന്ന് വായിച്ച് കേട്ടത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങൾ തിരുമുമ്പാകെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്നുണ്ടെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ഞങ്ങളെ നടത്തുന്നത് അവിടുത്തെ വഴികളിലൂടെയാണെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ മാറിപ്പോയ സാഹചര്യങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമാറാകണം. താവേ, ഞങ്ങൾ അന്യത ചിന്തിച്ചു പോയ കുറവുകൾ ഞങ്ങളോട് ഓർക്കല്ലേ അപ്പാ. നിരാക്കാലം ചന്തഉചിതമായിരിക്കാൻ കർത്താവ് സഹായിക്കണം. മാനവും മഹത്വം അങ്ങേക്ക് ഇരിക്കുമാറാകണം. ഹോളും പരിസരവും അങ്ങേക്ക് വിശുദ്ധമായിരിക്കണം. കേൾക്കുന്നവർ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അനുഗ്രഹത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. 7 ക്രൂശൻ്റെ മറവിൽ മറയ്ക്കുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരു ക്രിസ്മസ് കാലയളവിനെ കുറിച്ച് പ്രിയ രാജുറ്റി ആമുഖമായിട്ട് സൂചിപ്പിച്ചു. ക്രിസ്മസ് കാലയളവിൻ്റെ ഭംഗി വളരെ നന്നായിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് പോലെ ആളുകൾ അതിനെ പിന്തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ക്രിസ്മസിനോട് നമ്മുടെ അതിനോടുള്ള വീക്ഷണം ഏതുവിധം ഇരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് തൊട്ടുവിട്ടു. എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസിനോടുള്ള നമ്മുടെ വീക്ഷണം? ഇപ്പോഴും നമുക്ക് ആ വീക്ഷണത്തിൽ പ്രധാനമായിട്ടിരിക്കുന്ന ഇൻഫൻറ്റ് ജീസസ്
അല്ലേ? ഇൻഫൻറ്റ് ജീസസ്, ഉണ്ണിയേശുവിനെ വാഴ്ത്തുന്ന താരാട്ടുപാട്ടും ഉണ്ണിയേശുവിനെ മഹത്വീകരിക്കുന്നതായിട്ടുള്ള പാട്ടുകളും അതിനുള്ള ബലൂണുകളും വർണ്ണങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉള്ളത്. എന്നാൽ ഇന്ന് രാക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുന്നവർക്ക് ദർ ഇസ് നോ ചേഞ്ച് ഇൻ വർഷിപ്പ്. അവരുടെ ആരാധനയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആമേൻ. എന്നും ഉണ്ണിയേശുവിനെ മാത്രം ആരാധിക്കുമ്പോൾ, ഉണ്ണിയേശുവിനെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ആരാധനയിലും ഏതനുഭവത്തിലാണെന്നറിയാമോ? വി ആർ ഇൻ ആൻ ഇൻഫൻറ്റ് സ്റ്റേറ്റ്. ഏതവസ്ഥയിലിരിക്കുന്നു? ഒരു പൈതലിൻ്റെ മലക്കിടക്കുന്ന ഒരു പൈതലിൻ്റെ ആരാധനാ മനോഭാവം, അല്ലേ? ആ അവസ്ഥയിലുള്ള ആരാധനാ മനോഭാവം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ നിഷേധിക്കാനായിട്ട് കഴിയത്തില്ല. ആമേൻ. എന്നാൽ എന്താണ് ക്രിസ്മസ് എന്നുള്ളത് വാസ്തവമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ക്രൈസ്റ്റ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. യേശു കർത്താവ് എന്താണെന്നറിയാമോ? ദൈവമായവൻ ജഡത്തിൽ അവതാരം ചെയ്തതിനെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് മാനിഫെസ്റ്റഡ് ആസ് ദ ലൈഫ്. ഹല്ലേലൂയ. ജീവനായിട്ട് വെളിപ്പെട്ട കർത്താവാണ് എനിക്കും നിങ്ങൾക്കും ഈ കാലയളവിൽ സംഗതമായിരിക്കുന്നത്. ഞാൻ ഒരിക്കലും പറയാം, ക്രൈസ്റ്റ് മാനിഫെസ്റ്റഡ് ആസ് ദ ലൈഫ്. ഞാൻ അത് തന്നെ ഉപയോഗിച്ച ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജീവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ്. ഞാൻ പറയുന്നതല്ല. 1 യോഹന്നാൻ 1-ാം 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ജീവൻ പ്രത്യക്ഷമായി എന്നാണ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ പ്രത്യക്ഷത ജീവനാണെന്ന് പറയുമ്പോൾ എനിക്ക് ജീവൻ നൽകുവാൻ, എന്നെ ജീവിപ്പിക്കുവാൻ, എന്നെ ജീവനോടെ നിർത്തുവാൻ എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെട്ടെന്ന് പറയുന്നതിൽ പരമൊരു ഭാഗ്യം ഈ ക്രിസ്മസിൽ ഇല്ല. ഇല്ല പ്രിയപ്പെട്ടവരെ. കർത്താവെ, ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് നമുക്ക് പറയാം. ഇൻഫൻറ്റ് ജീസസ് അല്ല. പിന്നെ എന്താണെന്നറിയാമോ? ക്രൈസ്റ്റ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ജഡത്തിൽ വെളിപ്പെട്ട കർത്താവ്. എന്തിനാണ് വെളിപ്പെടുന്നറിയാമോ? ക്രൈസ്റ്റ് ആസ് ദ ലൈഫ്. ജീവനായിട്ട് കർത്താവ് വെളിപ്പെട്ടു എന്നോർക്കുമ്പോൾ ഈ രാക്കാലം അതിനെയാണ് നാം വാഴ്ത്തേണ്ടത്, അതിനെയാണ് സ്തുതിക്കേണ്ടത്. മാനം, മഹത്വം, സ്തോത്രം നിനക്ക് രക്ഷക എന്ന് പാടാൻ നാവിൻ തുമ്പ് ധരിക്കണം പ്രിയപ്പെട്ടവരെ. മാനം, മഹത്വം, സ്തോത്രം ആർക്കാന്തറിയാമോ? നിനക്ക് രക്ഷക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവനെ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു എന്ന് പറയുന്നത്. നിത്യജീവനായവനെ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. അവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വെളിപ്പെട്ട ക്രിസ്തു. ഞങ്ങൾക്ക് എന്നായിട്ടാണ് വെളിപ്പെട്ടത്? നോട്ട് ഇൻഫൻറ്റ് ജീസസ്, നോട്ട് ആൻ ഇൻഫൻറ്റ് ജീസസ്. പിന്നെ ആരാന്നറിയാമോ? ക്രൈസ്റ്റ് ആസ് ദ ലൈഫ്. ജീവനായിട്ട് വെളിപ്പെട്ട കർത്താവിനെ ഞങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നുവെന്ന് പറയാൻ അവിടെ വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകിയിരിക്കുക പ്രിയപ്പെട്ടവരെ. രണ്ടാമതായിട്ട് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവ് വെളിപ്പെട്ടത് എന്തിനാണ് എന്ന് പറയുന്നുണ്ട്. കുറേ വിളക്കുകൾ തൂക്കാനോ, കുറേ പ്ലംസ് ആൻഡ് പുഡിംഗ് ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ റോഡേ നമ്മളിങ്ങനെ ക്രിസ്തു ജനിച്ചെന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കാനോ ആയിട്ടല്ല അവൻ പ്രത്യക്ഷനായത്. അവിടെ എഴുതിയിരിക്കുന്ന എന്നാ വായിക്കാമോ? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. ഒരു സ്തോത്രം പറയാൻ കഴിയുമോ? കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് എന്തെന്ന് ഉള്ളിലുണ്ടായിരിക്കണം. പ്രിയരായിട്ട് പറഞ്ഞു, ശ്രീലങ്കൻ തെരുവുകളിലൊക്കെ എല്ലായിടത്തും വിളക്കുകളും വർണ്ണങ്ങളും ആണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ വിവിധ കോണുകളിലും കേരളക്കരയിൽ ഉടനീളം ഇത് തന്നെയാണ്, അല്ലേ? നക്ഷത്ര വിളക്കുകളും നല്ല ലൈറ്റിങ്ങും മാത്രമായിട്ട് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ എന്താണെന്നറിയാമോ? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷൻ. വിഷയത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ വായിച്ചപ്പോൾ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടാം ഭാഗത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ട് കർത്താവ് വന്നതിന് ശേഷം വിശുദ്ധ മന്ദിരത്തിലേക്കുറിച്ച് പ്രവേശിച്ചതും ഓർക്കുമ്പോൾ അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ നടന്നു. എന്താ നടന്നത്? പാപങ്ങൾക്കായിട്ട്, പാപങ്ങൾ നീക്കുവാനായിട്ട് അവൻ പ്രത്യക്ഷനായി. അതിൻ്റെ ആ ഓർഡർ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? മുഴുവനായി തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സ്വന്തത്തിലുള്ളവർ കൈക്കൊണ്ടില്ല, സ്വന്തമായവർ കൈക്കൊള്ളാഞ്ഞപ്പോൾ അവർ അവന് വിധിച്ചത് എന്തായിരുന്നറിയാമോ? അവന് വിളിച്ചത് എന്തായിരുന്നു?
കൊലമരത്തിൽ തൂക്കപ്പെടുക എന്നുള്ള ശിക്ഷ വിധിച്ചതിൻ്റെ ഫലമായിട്ട് അതിലേക്ക് കർത്താവ് ആനയിക്കപ്പെട്ടു. അത് ലോകം പറഞ്ഞതല്ല. ആസ് പെർ ദ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കർത്താവ് ക്രൂശിന്മേലേക്ക് നടന്നെടുത്തപ്പോൾ, ക്രൂശിൽ കരങ്ങളെ വിരിച്ചു സകലതും തികഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ, ഇന്നീ പാവി രക്ഷപ്പെടുവാൻ സ്വർഗം അനുവാദം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാക്കാലം ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. ക്രിസ്മസിന് ഒരു ഉദ്ദേശമുണ്ട്. ക്രിസ്തു വന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി മുൻനിർണയപ്രകാരമുള്ളത് ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലേക്ക് വന്നുദിച്ച കർത്താവ്, എൻ്റെ ജീവനായവൻ, അവൻ വെളിപ്പെട്ട ദിവസം, അവൻ വെളിപ്പെട്ട ഇടം, അവൻ വെളിപ്പെട്ട സ്ഥലം, ഇതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഹല്ലേലൂയ അവനെക്കുറിച്ചുള്ള മഹത്വം വെളിപ്പെടുക. മാനം, മഹത്വം, സ്തോത്രം നിനക്ക് രക്ഷക ആമേൻ എന്ന് പറയുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, എന്താ 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ അവിടെ പറയുക, നമുക്ക് ഒരു ലേബൽ തരാൻ കൂടെയാണ് അവൻ വന്നത്. ക്രിസ്മസ് എന്തെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഇരിക്കരുത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. 1 യോഹന്നാൻ 3:2 പറയുന്നു, പ്രിയമുള്ളവരെ, അങ്ങനെയല്ലയോ? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. എന്താ നല്ല സംബോധനയാണ് ചെയ്തിരിക്കുന്നത്. എന്താ പ്രിയമുള്ളവരെ? അങ്ങനെ വിളിച്ചാൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇല്ല, ഉണ്ടോ? ഓ, നിങ്ങളാരും അനങ്ങുന്നില്ലേ? പ്രിയമുള്ളവരെ എന്ന് വിളിച്ചാൽ കേൾക്കുന്നവരല്ലേ? കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ആരാകുന്നു? ദൈവമക്കളാകുന്നു. ദൈവമക്കളുടെ പദവി നൽകാൻ സ്വർഗസ്ഥനായവൻ ഇവിടെ പ്രത്യക്ഷനായി. ആമേൻ. പിന്നെ അടുത്ത് പറയുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖന കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ലേഖനത്തിൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം ആമേൻ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരുപാടുള്ള ഒരു ലേഖനമാണ്. അതുകൊണ്ട് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല. മുൻകൂടാരം, ആ മുൻകൂടാരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തിരുനിവാസത്തെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ തിരുനിവാസത്തെക്കുറിച്ച് ലേഖന കർത്താവ് പറയുന്നത് 2 ഭാഗമായിട്ട് ദൈവത്തിൻ്റെ തിരുനിവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മുൻകൂടാരവും രണ്ടാമത്തെ കൂടാരവും എന്ന് പറയുന്നുണ്ട്. മുൻകൂടാരവും രണ്ടാമത്തെ കൂടാരവും എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഒത്തിരി കടക്കത്തില്ല. പക്ഷേ അവിടെ എഴുതിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പറയുക. ദൈവത്തിൻ്റെ തിരുനിവാസം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുറിക്കുന്നതായിരുന്നു തിരുനിവാസം. ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരോട് കൂടെ, അതിനായിട്ടാണ് ആമീൻ ടാബർനക്കിൾ, ദൈവത്തിൻ്റെ തിരുനിവാസം വെച്ചിരുന്നത്. എന്നാൽ അത്, ഈ തിരുനിവാസത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് ഇസ്രായേൽ മക്കളോട് കൂടെ ആമീൻ സഞ്ചരിക്കുവാനുള്ള ക്രമീകരണത്തിലാണ് ആ തിരുനിവാസം ഉണ്ടാക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അത് മാറ്റം വരുന്നതായിരുന്നു. ആ മാറ്റം വരുന്ന തിരുനിവാസം കൂടാരം അത് കൂടെ കൊണ്ടു നടക്കാവുന്നതായിരുന്നു, മാറ്റപ്പെടേണ്ടത് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആമീൻ ആരാധനയും ഇവിടെയുള്ള നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളൊക്കെ നീക്കം വരുന്നതാകുന്നു എന്നുള്ള സൂചന അതിലൂടെ നമുക്ക് തരുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഇന്ന് നമ്മൾ ആരാധിക്കുന്നു. ആമീൻ. എത്ര നാൾ ആരാധിക്കും? ഒരു സമയം കർത്താവ് പറഞ്ഞു വന്നപ്പോൾ, അല്ലേ? കർത്താവ് വന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ കാലത്ത് വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്. ഞാൻ കുറച്ച് വിസ്താര ഭയം കൊണ്ട് കുറച്ച് ഒതുക്കിയാ കൊണ്ടുവരുന്നത്. കർത്താവ് പറഞ്ഞാൽ പോകുന്നത് നല്ലത്. ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, അല്ലേ? അപ്പോൾ ഈ മുൻകൂടാരം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് ഉള്ളിടത്തോളം കാലം, പിന്നെ രണ്ടാമത്തേതിനകത്തോട്ട്, അതായത് അതിവിശുദ്ധ സ്ഥലത്തോടുള്ള പ്രവേശനം സാധ്യതപ്രായമാകത്തില്ല. അത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയായിരുന്നു, അന്നത്തെ വ്യവസ്ഥയാണ്. മുൻകൂടാരത്തിൽ ആമേ ശുശ്രൂഷ അർപ്പിക്കുന്നതിനായിട്ട് എല്ലാ ദിവസവും പുരോഹിതന്മാർ കടന്നു ചെല്ലും. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നതിന് ആർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ? മഹാപുരോഹിതന് മാത്രമേ. അതെന്നാ കടന്നു ചെല്ലുന്നത്? ആണ്ടിൽ ഒരിക്കലായിട്ട്. ദൈവത്തിന് സ്തോത്രം. ആണ്ടിൽ ഒരിക്കലായിട്ട് മാത്രമേ അതിനുള്ള എല്ലാ വ്രതത്തോടും കൂടി മാത്രമേ അകത്ത് കയറി പോകത്തുള്ളായിരുന്നു. അകത്ത് മറ്റാർക്കും കയറാൻ സാധ്യമല്ല.
സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ തിരുനിവാസ സാന്നിധ്യമുള്ള ഇടത്താണ്, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഉള്ളിടത്തേക്കാണ് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് ശുശ്രൂഷിക്കുക. ഇത് രണ്ടും തമ്മിൽ ഒരു കർട്ടൻ കൊണ്ട് വേർതിരിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പം മുൻകൂടാരവും രണ്ടാമത്തെ കൂടാരവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അങ്ങനെ പറ്റുള്ളായിരുന്നു. അതാണ് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അതിലേക്ക് കർത്താവ് കടന്നു കയറിയതിനെയാണ് നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് കടന്നു കയറി, ദൈവത്തിൻ്റെ സ്തോത്രം. അതെങ്ങനെയാണ് കടന്നു കയറിയെന്നറിയാമോ? തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി. പ്രൈസ് ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയാൻ കഴിയും. തൻ്റെ ദേഹമെന്ന തിരശ്ശീല അവൻ ചിന്തി. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചത് എന്തറിയാമോ? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഗലാത്യർ 4:4 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് നിയോഗിച്ചയച്ചിട്ട് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന സ്തോത്രം. ഹല്ലേലൂയ. ഈ രാക്കാലം എന്താ പ്രത്യേകത എന്നറിയാമോ? ദൈവമക്കളുടെ അവകാശത്തിലേക്ക് കടന്നു കയറുവാൻ, ദൈവമക്കളായി തീരുവാൻ ഭാഗ്യം സിദ്ധിച്ചവരായി തീരേണ്ടുന്നതിന് സ്വർഗം പദ്ധതി ഒരുക്കിയായിരുന്നു. സ്വന്തം കുമാരനെ ലോകത്തിലേക്ക് അയച്ചു. അതിൻ്റെ സന്തോഷമാണ് നമ്മൾ ഈ ചുറ്റുപാട് കാണുന്നത്. പക്ഷേ ആ സന്തോഷം ഉപരിപ്ലവമായിട്ട് പോരാ, അത് ഉള്ളിലേക്ക് കടന്നു കയറണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സ്വർഗസ്ഥൻ വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ഇസ്രായേലിനോട് ചെയ്തിരിക്കുന്ന നിയമത്തിനൊരു മാറ്റം വരുത്തും. ഇതുവരെയുള്ള നിയമത്തിന് മാറ്റം വരുത്തിയിട്ട് ഞാൻ എൻ്റെ നിയമത്തെ അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്ന്. ഹല്ലേലൂയ. ഹൃദയത്തിൽ പ്രമാണം എഴുതപ്പെട്ട എല്ലാവരെ കുറിച്ച് ഒന്നേ പറയാനുള്ളൂ: അവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രമാണം എഴുതപ്പെട്ടവർ. എന്ത് പ്രമാണം? എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ചങ്കിലെ ചോര ഊറ്റിത്തന്നതുകൊണ്ട്, അവൻ എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്നതുകൊണ്ട്, അവൻ എനിക്ക് വേണ്ടി സകല കഷ്ടതയും ഏറ്റുവാങ്ങിയതുകൊണ്ട്, അവൻ എനിക്ക് വേണ്ടി പാപത്തിൻ്റെ സകല പരിഹാരവും ക്രൂശിൽ വരുത്തിയത് കൊണ്ട് ഇന്ന് രാക്കാലം ഞാൻ അവനെ ഭജിക്കുന്നുവെന്ന്, അവന് മഹത്വം കൊടുക്കുന്നെന്ന് ദൈവവേദനയെ നീ പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് വെളിപ്പെടുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതത്രേ ഈ ഭാഗത്ത് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. പക്ഷേ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ മുൻകൂടാരം മാറ്റപ്പെടണം. ഹല്ലേലൂയ. അതിനാ കർത്താവ് വന്നത്. സ്തോത്രം. തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറി. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിന്മേൽ കരങ്ങളെ വിരിച്ച് ഇതാ നിവൃത്തിയ എന്ന് പറഞ്ഞ് ജീവൻ വെടിഞ്ഞപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് ആടിവരെ കീറി. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് നിങ്ങൾക്കും സ്വർഗസ്ഥലങ്ങളിലേക്ക് പ്രവേശനം സിദ്ധിച്ചു തന്നെങ്കിൽ ഈ രാക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൂതന്മാർ വാഴ്ത്തിപ്പാടിയത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് നൽകുവാൻ കഴിയുന്നവർ വേറെ ലോകത്തിൽ ആരുമില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇത്ര സമാധാനം നൽകുവാൻ കഴിയുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ കുറവ് കണ്ടിട്ടാണ് രണ്ടാമത്തതിനെ നൽകിയത്. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ മനസ്സിലാകും പ്രിയപ്പെട്ട. എബ്രായർ 8:7 വായിക്കുമ്പോൾ, 8:7 ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിനിടം അന്വേഷിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചു. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിനിടം ലഭിക്കത്തില്ല. ന്യായപ്രമാണത്തിന് കുറവുണ്ടായിരുന്നത് കൊണ്ട് ആ കുറവ് പരിഹരിക്കാനാണ് എൻ്റെ ദൈവം സർവ്വ നിയമത്തിൻ്റെയും സമ്പൂർത്തിയായവനെ ലോകത്തിലേക്ക് അയച്ചത്. ആമേൻ. അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് 1-ാമത്തെ അധ്യായത്തിൽ ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിൽ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് വെളിപ്പെടുത്തി പൂർണ്ണമായി തന്നെ. ഹല്ലേലൂയ. ആ വെളിപ്പെടുത്തൽ അനുസരിക്കാൻ പ്രാപ്തിയുള്ളവരായി ഞാനും നിങ്ങളും മാറുമ്പോൾ നമ്മുടെ ലേവല് മാറി, ആമേൻ, നമ്മുടെ രീതി മാറി, നമ്മുടെ സന്തോഷം മാറി, നമ്മുടെ സമാധാനത്തിന് ഹല്ലേലൂയ ഹേതുവായവൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നൽകി, എല്ലാത്തിലും മേലായ നാമം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കൊണ്ട് ഈ രാക്കാലം ക്രിസ്മസിൻ്റെ സന്തോഷത്തെ ഉള്ളിലേക്ക് എഴുതുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം.
ഓ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. നിത്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. ദൈവമക്കളെ, നമ്മൾ നിത്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. അതെങ്ങനാ? തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിക്കൊണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50-51 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ ഏറ്റെടുത്തയാളുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് ആമേൻ അവിടെ നമുക്ക് വേണ്ടി നിർവഹിച്ച് തന്നതോർത്ത് ഈ അക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലൂയ. വായിക്കാമോ? എങ്ങനെയാണ് വായിക്കുന്നത്? 27 മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50-51 വാക്യം. മൈക്ക് ഉപയോഗിച്ച് വായിച്ചാട്ടെ. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ടടിയോളം രണ്ടായിട്ട് ചിന്തിപ്പോയി. അതിന് മുമ്പ് വായിക്കുന്നുണ്ട്, യേശു നിലവിളിച്ചു പ്രാണനെ വിട്ടു. ഓ പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു നിലവിളിച്ചു പ്രാണനെ വിട്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രഥമ നിവാസമായ സമാഗമന കൂടാരം മനുഷ്യരുടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, മനുഷ്യർക്ക് വേണ്ടിയുള്ളത് പൂർണ്ണമായി നിവർത്തിച്ചുകൊണ്ട് യേശു കർത്താവ് ഭൂതലത്തിലേക്ക് വന്നപ്പോൾ തനിക്ക് നിവർത്തിക്കാനുള്ള ശുശ്രൂഷ നിവർത്തിച്ചിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി പങ്കുവെച്ച് അത് പൂർത്തീകരിച്ചിട്ട് അവൻ പറഞ്ഞു, സകലതും നിവൃത്തിയായി. ക്രിസ്മസ് കാലയളവിലെ വാഴ്ത്തിപ്പാടൽ കൊണ്ട് മാത്രം കാര്യങ്ങളായില്ല എന്ന് പറയാൻ വേദപുസ്തകം നമ്മോട് ആജ്ഞാപിക്കുക. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വേദപുസ്തകം നമ്മോട് ആജ്ഞാപിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരണം എന്താ, ഇവിടെ ഈ സമാഗമന കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് കട്ടനിപ്പുറത്ത്, അതിവിശുദ്ധ സ്ഥലത്തിന് ഇപ്പുറത്ത്, വിശുദ്ധ സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്നിടത്ത് കാഴ്ചയപ്പമുണ്ട്, നിലവിളക്കുണ്ട്, സുഗന്ധ ധൂപമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പരിചയമുള്ള ഭാഗങ്ങളാണ്. കാഴ്ചയപ്പം അവിടെ എന്താ അറിയാമോ, ആ മേശമേൽ എന്നും 12 അപ്പം കൊണ്ടുവന്ന് വയ്ക്കും. എന്താ അതിൻ്റെ ഉദ്ദേശം എന്നറിയാമോ? 12 ഗോത്രങ്ങളും നിൻ്റെ മുമ്പിൽ സമർപ്പിതരായി അടുത്തു വരുന്നു. അപ്പോൾ കാഴ്ചയപ്പം, അപ്പോൾ നമ്മളൊരു പാട്ടിനകത്ത് ഇങ്ങനെ പാടുന്നുണ്ട്, മേശമേലൻ അപ്പമുണ്ട്. എവിടാ പാടുന്നത്? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ പാട്ട് തുടങ്ങിയിട്ട് അതിനകത്ത് മേശമേലെന്നപ്പമുണ്ട്. അത് പാടുമ്പോൾ ഒരിക്കലെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ, ഓർത്തിട്ടുണ്ടോ? ഞാൻ എന്നെ കൂടെ അങ്ങ് സമർപ്പിക്കാൻ ധ്യാനിച്ചിട്ടുണ്ടോ? മേശമേലൻ അപ്പമുണ്ട്. എല്ലാ ദിവസവും ഇന്നലത്തെ അപ്പം ഇന്ന് ശുശ്രൂഷയ്ക്ക് വെക്കാൻ ഒക്കത്തില്ല. അത് മാറ്റിയിട്ട് എന്താ പറഞ്ഞ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അപ്പമുണ്ടാക്കി മേശമേൽ 12 അപ്പം അടുക്കി വെക്കണം ദിവസവും. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇസ്രായേൽ 12 ഗോത്രങ്ങളും ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാക്കാലം ദൈവവേദനയിലെ മേശമേലൻ അപ്പമുണ്ട് എന്ന് ഞാനും നിങ്ങളും പാടുമ്പോൾ എന്താ പറയുന്നത്? എൻ്റെ ദൈവമേ, നീ എനിക്ക് കാട്ടി കരുണയ്ക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് പറയുമ്പോൾ ക്രിസ്മസ് കാലയളവിലെ സന്തോഷം ലോകത്തിലെമ്പാടും റിംഗ് ചെയ്യാൻ എൻ്റെ ദൈവം അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധാടിമോടികളിലല്ല നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ, നക്ഷത്രവിളക്കുകളിലല്ല നിൽക്കുന്നത്. പിന്നെ എന്തിയോ, മേശമേലൻ അപ്പമുണ്ടെന്ന് നീ പാടി ഒരിക്കലെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ ആ പാടിയ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം മുമ്പാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന്. സമർപ്പിതരെ അറിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. മുട്ടുകളെ മടക്കുന്നിടത്ത് നിൽക്കുന്നവനാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. യേശുവേ ദാവീദ് പുത്രാ എന്ന് വിളിച്ചെടുത്ത് നിന്നവനാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരുന്നവനാ എൻ്റെ ദൈവമെങ്കിൽ മേശമേലൻ അപ്പമുണ്ടെന്ന് നീ പാടിയ സ്ഥാനത്ത് നിന്റെ സമർപ്പണത്തെ മാനിച്ചൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അതിനായിട്ടാണ് ദേഹമെന്ന തിരശ്ശീല കയറി പുതുവഴി തുറന്നു തന്നു. ഹല്ലേലൂയ. മുൻകൂടാരത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയത്തില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുക, കഴിയത്തില്ല. എന്നാൽ ഇന്ന് എല്ലാവർക്കും പ്രവേശിക്കാനായിട്ട് കഴിയും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ
പുരോഹിത വർഗവുമാണെങ്കിൽ നിത്യം ശുശ്രൂഷിപ്പാൻ എൻ്റെ ദൈവം നിനക്ക് അനുവാദം തന്നിരിക്കുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മേശമേലെ നപ്പമുണ്ടെന്ന് നീ പാടുമ്പോൾ സമർപ്പണത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാക്കാലം ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മാത്രമല്ല അവിടെ തങ്ക നിലവിളക്കുണ്ട് കേട്ടോ. തങ്ക നിലവിളക്ക അടുത്തവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ മുൻകൂടാരത്തിലെ മറ്റൊരു ഉപകരണം എന്ന് പറയുന്നത് തങ്ക നിലവിളക്ക. ഈ നിലവിളക്ക് കത്തിക്കുന്നത് എന്തിനാ? വെളിച്ചം പ്രകാശിക്കുന്നതിനാണ്. വെളിച്ചം ആമേൻ എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ സത്യവെളിച്ചമായ യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്മസ് എന്താ? എനിക്ക് വെളിച്ചം നൽകാൻ സ്വർഗം ഒരു പദ്ധതി ഇട്ടതാ. പറയാൻ കഴിയുമോ? എനിക്ക് വെളിച്ചം നൽകാൻ, എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ, എന്നെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുമാറാക്കുവാൻ തക്കവണ്ണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശു കർത്താവ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞപ്പോൾ ആ വെളിച്ചത്തിൽ സഞ്ചരിക്കാനാ എന്നെ നിങ്ങളെയും വിളിച്ചത്. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് തൻ്റെ ചിത്രം വെളിപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശനം സാധിപ്പിച്ചു തന്ന എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറിയ യേശു എൻ്റെ മഹത്വമാണെന്ന് പറയാൻ ഒരിക്കലും മടിക്കല്ലേ. അതാ ക്രിസ്മസ് എന്ന് പറയുന്നത്. സ്തോത്രം. മൂന്നാമത് അവിടെ ഒരുക്കിയിരിക്കുന്ന സുഗന്ധധൂപമാണ്. ഹല്ലേലൂയ. ആമേൻ. സുഗന്ധധൂപം എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ പ്രതീകമാണ് സുഗന്ധധൂപം. ആമേൻ. ഈ ഇൻസെൻസ് മണത്തിട്ടാണ് ദൈവം ആമേൻ മുൻകാലങ്ങളിൽ നേർച്ചയ്ക്ക് വെക്കുന്നതിൽ നിന്ന് ഇൻസെൻസ് മണത്തിട്ടാണ് ആമേൻ ദൈവം പ്രസാദിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നത്? പ്രാർത്ഥനയുടെ ധൂപം അങ്ങോട്ട് ഉയരുമ്പോൾ ഹല്ലേലൂയ. എന്താ അനങ്ങാതിരിക്കുന്നത്? പ്രാർത്ഥനയുടെ ധൂപം ഉയരുമ്പോൾ സ്വർഗം പ്രസാദിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ആമേൻ നിൻ്റെ ഉള്ളം സ്വർഗസ്ഥലങ്ങളിലേക്ക് ഉയരുമ്പോൾ അവിടുന്ന് ആമേൻ ഇങ്ങോട്ടൊരു ഇൻഫ്ലോ ഉണ്ടാവും. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയത്തിലോട്ട് അവിടുന്ന് ഒരു അനുഗ്രഹം ഇങ്ങ് പകരപ്പെടും. സ്തോത്ര. സമാധാനം നൽകുന്നവൻ, ശാന്തി നൽകുന്നവൻ, നിൻ്റെ ആവശ്യങ്ങൾക്ക് മറുപടി തരുന്നവൻ എൻ്റെ ദൈവമായവൻ. ഹല്ലേലൂയ. ലോകത്തിലേക്ക് വന്നത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാനാണെങ്കിൽ ഈ രാക്കാലം ഹല്ലേലൂയ ഈ സുഗന്ധവർഗം ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കത്തില്ല എല്ലാ സമയങ്ങളിലും. പ്രൈസ് ദി ലോർഡ്. അത് ദാനിയേൽ അങ്ങനെ സുഗന്ധവർഗം ആമേൻ ദൈവസന്നിധിയിൽ നിക്ഷേപിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ? അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. ഹന്ന ആമേൻ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ചുണ്ടനങ്ങിയതേ ഉള്ളൂ. ഹൃദയത്തിലെ വ്യത പുറത്തേക്ക് പോയത് ആരും കേട്ടില്ല. കേൾക്കേണ്ടവൻ കേട്ടെങ്കിൽ ഹല്ലേലൂയ നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ സുഗന്ധം ആമേൻ മണത്തിട്ട് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളത് ഈ ക്രിസ്മസിൽ ചിന്തിക്കണം. ആമേൻ. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമില്ല. അതിന് കർത്താവ് എന്ത് ചെയ്തു? നമ്മൾ വായിച്ചത് അങ്ങനെ. ഹല്ലേലൂയ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ പുരോഗതിനായി വന്നിട്ടെന്താ അവിടെ ഇല്ലേ? വന്നു. ഇനി നമുക്ക് ധൈര്യമായിട്ട് പറയാം. വന്നിട്ട് കൈപ്പണിയായ അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗത്തിൻ്റെ ആവശ്യം. സ്തോത്രം. അപ്പോൾ എന്നാ പറയേണ്ടത്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഞാൻ അവൻ്റെ വകയായി നിൽക്കുന്നു. യേശു രക്ഷിതാവൻ സ്വന്തമാകയാൽ ഞാനവൻ സന്താനം. ചേർന്ന് പാടിയാട്ടെ. രക്ഷിതാവൻ സ്വന്തമാകയാൽ ഞാനവൻ സന്താനം ആയി തീർന്നതാ. എന്തു മോദമെൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. എന്തു മോദമെൻ്റെ അന്തരംഗത്തിൽ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളാകുവാൻ ദൈവം പദ്ധതി ഒരുക്കിയതിൻ്റെ സന്തോഷമാണ് ക്രിസ്മസ് കാലയളവിൽ നാം അനുഭവിക്കുന്നതെന്ന് ഓർക്കണം. ദൈവം നമ്മെ മക്കളാക്കി തീർക്കുവാൻ സ്വന്തത്വം വെടിഞ്ഞിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നുള്ള പ്രത്യേകത. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകത നോക്കണേ. ഹല്ലേലൂയ. നിത്യനായവൻ, എന്നേക്കുമുള്ളവൻ, ആദിയായവൻ, അന്ത്യമായവൻ, പുരാതനായവൻ, എന്നും എന്നേക്കുമുള്ള ദൈവം ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ഈ ദൈവമാണ്
തൻ്റെ ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മോടൊപ്പം തിരുസാന്നിധ്യം എങ്ങനെയിരിക്കുന്നു എന്നും എന്നേക്കുമുള്ളതായി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആമീൻ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ 90-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു, ഭൂമിയെയും ഭൂമണ്ഡലത്തെ ഉണ്ടാക്കിയതിന് മുമ്പേ ആരാ? അനാദിയായും ശാശ്വതമായും ദൈവമാകും തൻ്റെ പദ്ധതി അനുസരിച്ച് ഭൂപ്പരപ്പിലേക്ക് വന്ന് അവതരിച്ചപ്പോൾ സ്തോത്രം, ദേഹമെന്ന തിരശ്ശീലയിലൂടെ പുതുവഴി സൃഷ്ടിച്ച് ഞങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചു തന്ന ദൈവമേ, നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെയും ചേർക്കുന്ന ഒരു സന്തോഷം. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. എന്നറിയാമോ? നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് നാം ആരായിത്തീരും? സദൃശ്യരായിത്തീരും. സ്തോത്രം. അപ്പോൾ പുരാതനായ ദൈവം ആ അവസ്ഥയിൽ സ്തോത്രം തൻ്റെ പുത്രനെ ലോകത്തിൽ വന്നവതരിക്കാൻ അനുവാദം നൽകിയപ്പോൾ ആ അനുവാദത്തിലൂടെ നമുക്ക് ദൈവമക്കളുടെ പദവി കിട്ടിയെങ്കിൽ ആ തിരശ്ശീല കീറിപ്പോയത് കൊണ്ട് അതിലൂടെ പ്രവേശനം സാധിപ്പിച്ചു തന്നപ്പോൾ ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഗോഡ്സ് ഗിഫ്റ്റ് ലേഡ് ഇൻ ടു മൈ ഹാൻഡ്സ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ ദാനം എൻ്റെ കരങ്ങളിലേക്ക് ദൈവം നൽകി. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ ദാനം എൻ്റെ കരങ്ങളിലേക്ക് നൽകപ്പെട്ടു. ഹല്ലേലൂയ. എന്താ ഈ വലിയ ദാനം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് നന്ദിയോടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്. എന്താ? നീ ദൈവത്തിൻ്റെ ദാനമെന്നും നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിത്യജീവൻ നൽകുവാൻ കഴിവുള്ളവൻ ആമേൻ എൻ്റെ കരങ്ങളിലോട്ട്, നമ്മുടെ കരങ്ങളിലോട്ട് ദൈവം തന്നു. കഴിവുള്ളവനെ തന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ നമുക്ക് നൽകുവാൻ ദൈവം വ്യവസ്ഥ ചെയ്തു. സ്തോത്രം. ദൈവം വ്യവസ്ഥ ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനം. എന്താ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്? ഇറ്റേണൽ ലൈഫ്. വി ഓൾ പെരിഷ് ഫിസിക്കലി, അല്ലേ? ശാരീരികമായിട്ട് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടം കൊണ്ട് തീർന്നു പോകുന്നവർ. എന്നാൽ ദൈവമക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടം കൊണ്ട് തീരത്തില്ല. എന്താ? നിത്യനായ ദൈവത്തോട് ചേർന്ന്, എന്നുവന്നേക്കുള്ള ദൈവത്തോട് ചേർന്ന്, ആദ്യം അന്തമായ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ ഒരിടമുണ്ട്, വസിപ്പാൻ ഒരു കാലമുണ്ട്. ഈ പതുക്കെ ആയിപ്പോയി. ഹല്ലേലൂയ. ഞാൻ പതുക്കെ പറഞ്ഞുകൊണ്ടാണ്. വസിപ്പാൻ ഒരിടമുണ്ട്, വസിപ്പാൻ ഒരു കാലമുണ്ട്. ആ കാലത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ദർ ഇസ് നോ ടൈം ഫ്രെയിം. അവിടെ സമയബന്ധിതമല്ല. പിന്നെന്താ? നിത്യകാലം വാഴും മോതാൽ. അതായതിൻ്റെ പ്രത്യേകത. പ്രൈസ്. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നിത്യകാലം വാഴും മോതാൽ. ഹല്ലേലൂയ. അവനോട് ചേർന്ന് സന്തോഷത്തിൽ നിത്യകാലം വാഴുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അങ്ങനെ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിനോട് ചേർത്ത് വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. എന്തിനാണ് വിളിച്ചതെന്നറിയാമോ? ഇവിടെ വാഴുന്ന നിത്യ തേജസ്. അതുകൊണ്ടാണ് ഒരു ഭക്തൻ നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ എന്നോർക്കുമ്പോഴാ നിത്യതേജസ്സിൻ്റെ ഘനമോർക്കുമ്പോൾ ഹല്ലേലൂയ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്ന പത്രോസ് 5:10 വായിക്കുമ്പോൾ ക്രിസ്തുവിൽ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ പിന്നെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം മഹത്വവാനായി തീരട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. സർവകൃപാലുവായ ദൈവം അവൻ നിത്യതേജസ്സിനായി നിന്നെ വിളിച്ചിരിക്കുക. മുഖം മങ്ങേണ്ട കാര്യമുണ്ടോ?
മുഖം വാടേണ്ട കാര്യമുണ്ടോ? ഇന്ന് നഷ്ടങ്ങൾക്ക് കണക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഇന്ന് നഷ്ടങ്ങൾക്ക് കണക്ക് പറയേണ്ട. ഇന്നത്തെ നഷ്ടങ്ങൾ ഒരു പ്രശ്നമല്ല. ഇന്ന് നഷ്ടപ്പെട്ടു പോയതൊരു വിഷയമല്ല. നിത്യതേജസ്സിൻ്റെ ഘനമോർക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്താ അറിയാമോ, ഇറ്റേണൽ ലൈഫ്. ഹല്ലേലൂയ. എന്നേക്കുമുള്ള ഒരു ജീവിതം നമുക്ക് ദൈവം ദാനമായി നൽകുന്നതിനായിട്ട് ലോകത്തിലേക്ക് വന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. മാത്രമല്ല നിത്യ തേജസ്സും നമുക്കവൻ വാഗ്ദത്തം ചെയ്തിരിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താ? ആമേൻ. കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നമ്മൾ സാധിച്ചു എന്നല്ല, നമ്മൾ ഏതാണ്ട് ചെയ്തു എന്നല്ല, അവൻ സാധിപ്പിച്ചു. തൻ്റെ രക്തത്താൽ ഒരിക്കലായിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച് തന്നു. സ്തോത്രം. അതാണ് നമ്മുടെ ആരാധനയുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എന്താ? എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ച് തന്നപ്പോൾ എന്താ? ഇറ്റേണൽ റിഡംഷൻ. അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ആമേൻ. എബ്രായലേഖനം എടുത്താൽ പറയുന്നുണ്ട് എന്താ? ഹി ക്യാൻ സേവ് us to the uttermost. നമ്മെ എന്താ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാ. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണമായി രക്ഷിപ്പാൻ. ഇവിടെ ലഭിച്ച രക്ഷ അതിവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. പൂർണ്ണമായി രക്ഷിപ്പാനായിട്ട് അവൻ പ്രാപ്തന. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ഈ ഒരു വെളിച്ചം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മുതൽ തൻ്റെ കണ്ണുകൾ സ്വർഗസ്ഥലങ്ങളിലേക്ക് ഉയർത്തി എല്ലായ്പ്പോഴും സജീവത പുലർത്തുന്ന ജീവിതമായിട്ട് അവൻ മാറ്റപ്പെട്ടത്. അതുകൊണ്ടാണ് വീണ്ടെടുപ്പിലൂടെ പ്രാപിക്കുന്ന മഹത്വകരമായ ജീവിതത്തെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-23 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വീണ്ടെടുപ്പിലൂടെ പ്രാപിക്കുന്ന ആളുള്ള മഹത്വകരമായ ജീവിതത്തെ അവൻ ലക്ഷ്യം വെച്ച് സ്വർഗത്തിലേക്ക് അങ്ങ് നോക്കുകയാണ്. ആമേൻ. എന്നിട്ട് കാറ്റഗോറിക്കലായിട്ട് പറയുന്ന ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അറിയണം. ആമേൻ. ഇപ്പോഴത്തെ ക്രിസ്മസ് പാട്ടുകൾ പലതും എന്നറിയാമോ? ഇന്നത്തെ ഈ സിനിമാ ഗാനത്തിൻ്റെ പാരഡി അത് കേൾക്കുമ്പോൾ വളരെ വിഷമവും സങ്കടവും ഒക്കെ തോന്നും. പാരഡിയായിട്ട് കൊണ്ടുവന്ന് പാടും. നല്ല ഓളമാണ്, പക്ഷേ ഇങ്ങനെ അങ്ങ് പാടിക്കൊണ്ടിരിക്കുക. ആ ഓളത്തിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ എന്നാ എഴുതിയിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ മുമ്പേ പറഞ്ഞതിന്റെ വാക്യം, ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. വീണ്ടെടുപ്പിലൂടെ പ്രാപിക്കാൻ പോകുന്ന മഹത്തരമായുള്ള ജീവൻ നോക്കിയപ്പോൾ ഒന്നുകുറെ 40 അടി പലവട്ടം. ആമേൻ. പിന്നെ എന്താ? സ്വന്തപ്പെട്ടവരുടെ ഉപദ്രവം, കടലിലെ ആപത്ത്, കൊള്ളക്കാരുടെ ആപത്ത്, ഇങ്ങനെ ഒത്തിരി വന്നു ചേർന്നപ്പോൾ അതൊക്കെ എന്നറിയാമോ? മഹത്തരമായ ജീവിതം ഓർത്തപ്പോൾ ബാക്കിയെല്ലാം നിസാരവൽക്കരിച്ചതായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ദൃഷ്ടാന്തം മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് രാക്കാലം ഓർക്കണമേ പ്രിയപ്പെട്ടവരെ, റിഡംഷൻ എന്നത്തേക്കുള്ളതാണെന്നറിയോ? എന്നേക്കുമുള്ള നിത്യകാലത്തേക്കുള്ള വീണ്ടെടുപ്പ് സാധ്യത പ്രായമാക്കി തന്ന ദേഹമെന്ന തിരുശീലയിലൂടെ പുതുവഴി തുറന്നു തന്ന യേശു കർത്താവിൻ്റെ വഴിയെ സഞ്ചരിപ്പാൻ ഒരു ദൈവ തയ്യാറായി കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന് ഈ മഹത്വം വെളിപ്പെടുത്തിയിരുന്ന ഒരു കർത്താവ് ഇന്ന് ജീവിക്കുന്നു അറിഞ്ഞുകൊണ്ട് അവന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അവന് മഹത്വം കൊടുക്കണം. പൗലോസ് അങ്ങനെ മഹത്വം കൊടുത്ത ജീവിച്ചത്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 51 മുതൽ 55 വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കും. ഒന്ന് പറയാമോ? ഇരിക്കുന്നവരൊന്ന് പറഞ്ഞാട്ടെ. ഒരുപാട് പേരൊന്നും വേണ്ട. ഹല്ലേലൂയ. 10, 50, 60 ആളുകൾ മതി പ്രിയപ്പെട്ടവരെ. അവർ ഈ തീരുമാനം എടുത്ത് ഈ മർത്യമായത് പറ. പൗലോസിനോട് ചേർന്ന് പറയാൻ കഴിയുമോ? അമർത്യത്തെ ധരിക്കും. ഹല്ലേലൂയ. ഈ മർത്യമായ ശരീരം അത് മാറിപ്പോവും, പക്ഷേ അമർത്യമായത് എനിക്കവൻ നൽകുമെന്നുള്ളത്. ഹല്ലേലൂയ. ആമീൻ. ഈ രക്ഷയുടെ സന്തോഷമായി ഉള്ളിൽ നിൽക്കുമെങ്കിൽ ഇന്ന് രാക്കാലം ദൈവവൈതലേ നമ്മെ അറിയുന്നൊരു കർത്താവ്, നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ് നമുക്കുണ്ടെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ താഴോട്ട് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൈകളാൽ തീർക്കാത്തൊരു ഭവനം, അതിനുവേണ്ടി എന്താ എനിക്ക് അതിയായുള്ള വാഞ്ചയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പാടും, കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ സദാകാലം മണവാട്ടിയ
പരനോടു കൂടെ വാഴുമേ. അപ്പം കൈകളാ തീർക്കാത്ത ഭവനത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ചിയോടുകൂടെ ആമീൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ നോക്കിയിരുന്നുള്ള പൗലോസ് അപ്പോസ്തലനെ നോക്കുമ്പോൾ ഇന്ന് രാക്കാലം വിഷമിക്കേണ്ട സാഹചര്യമില്ല. ദാടിമോടികളിലൂടെ കാണുന്ന നക്ഷത്രവിളക്കുകളിലൂടെ ഇന്ന് കാണുന്ന ആർഭാടങ്ങളിലൂടെ ഒന്നും ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കുന്നത് ആമീൻ ഈ വാഞ്ചയോടുകൂടി നോക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ട ഉള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ മക്കളാക്കി തീർത്ത, നിന്നെ മകനാക്കി തീർത്ത, മകളായി തീർത്ത ഒരു ദൈവകൃപയുണ്ടെന്ന് നീ വിചാരിക്കുമ്പോൾ തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിയതിൽ ദൈവമായവൻ സന്തോഷിക്കുന്ന ഒരു രാത്രിയായിട്ട് ഇത് മാറുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പറയാൻ ഫിലിപ്പിലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നറിയാമോ, സ്വർഗത്തിലെ പൗരത്വം എനിക്കുണ്ട്. ഇവിടെ എൻ്റെ പൗരത്വം നഷ്ടപ്പെടും, പക്ഷേ എനിക്കൊരു പൗരത്വം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ പൗരത്വം. അവിടെ നിന്ന് കർത്താവായവൻ ഇറങ്ങി വരും, എന്നെ തന്നോടുകൂടെ ചേർത്ത് തൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായിട്ട് തീർക്കും. ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ പറഞ്ഞു 2-3 മിനിറ്റുകളിൽ എടുക്കാം, സമയമായല്ലോ. ആമീൻ. പെട്ടെന്ന് അവസാനം, അതായത് സമയത്തിനുള്ളിൽ നിർത്തുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ആമീൻ. അതുകൊണ്ട് ഞാൻ നിർത്തും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആമീൻ, അതിനെക്കുറിച്ചാണ് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. 1 തെസ്സലോനി 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ പ്രാപിക്കാൻ പോകുന്ന ഉൽപ്രാപണത്തെക്കുറിച്ച് കണ്ടിട്ട് അങ്ങ് സന്തോഷിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. മുൻകൂടാരം മാറിപ്പോകുമ്പോൾ ആമീൻ അതിവിശുദ്ധ സ്ഥലം, അതിലേക്കുള്ള പ്രവേശനം സാധിപ്പിച്ച് കിട്ടും. സാധിപ്പിച്ച് കിട്ടുന്നതിനായിട്ട് ന്യായപ്രമാണത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് പകരമായിട്ട് ദൈവമായവൻ സ്വന്തം പുത്രനെ അയച്ച വാഗ്ദത്തം നിറവേറ്റിയപ്പോൾ ആ നിറവേറ്റപ്പെടലിലൂടെ എനിക്കും നിങ്ങൾക്കും സാധിച്ച കാര്യത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, അങ്ങനല്ലേ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരും. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇറങ്ങി വരും. അപ്പോൾ എന്താ അറിയാമോ, അവൻ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള തൻ്റെ പ്രത്യാശ ആ ഉൽപ്രാപണത്തെ നോക്കിയിരിക്കുമ്പോൾ തൻ്റെ ഉള്ളം പിടയുക. എന്നിട്ട് പറയുകയാണ്, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. ഇവിടെ എൻ്റെ കർത്തനോട് കൂടെ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ല വിട്ടുപിരിഞ്ഞ് അവനോട് കൂടി ആയിരിക്കാൻ ആമീൻ ഏറെ സന്തോഷിക്കുന്നു. ഇത് രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. ഈ പാട്ട് എവിടെ പാടത്തുള്ളൂ? ഹല്ലേലൂയ. ആമീൻ. പ്രഭാതത്തിൽ പാടത്തില്ല, സന്ധ്യയിൽ പാടത്തില്ല, എവിടെയെങ്കിലും ആരുടെയെങ്കിലും കിടക്കക്കരികിൽ. ഏത് കിടക്കയാ? ആമേൻ. മരണക്കിടക്കയിൽ അവിടെ മാത്രം പോയിരുന്ന ഇത് പാടത്തുള്ളൂ. എന്നാൽ പാടേണ്ടത് ആവശ്യം. ഇവ രണ്ടിനാലും ഞാൻ ആമേൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, വിട്ടുപിരിഞ്ഞ എൻ്റെ കർത്താവിനോടുകൂടി ആയിരിക്കാൻ. ഓ സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, മുൻകൂടാരം നീങ്ങിപ്പോകേണ്ടുന്നതിന് സ്വർഗമായവൻ യേശു കർത്താവിനെ അയച്ച് ദേഹമെന്ന തിരശ്ശീല കീറി പുതുവഴി തന്നപ്പോൾ ആമേൻ നമുക്കുള്ള പ്രത്യേകത എന്നറിയാമോ? ഒരു ഉൽപ്രാപണം ഞാൻ നിങ്ങളും പ്രാപിക്കും. ഈ ക്രിസ്മസ് കാലയളവിൽ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചിന്തിക്കുന്നത്? ഈ ക്രിസ്മസിലായി ചിന്തിക്കേണ്ടത്. 1-ാം വരവ് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ 2-ാം വരവ് നിശ്ചയം. ഒരു സ്തോത്രം പറയേണ്ടതായിരുന്നു. 1-ാം വരവ് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ 2-ാം വരവ് ഒരു നിശ്ചയം. ഹല്ലേലൂയ. മാത്രമല്ല 2 തീമോത്തി 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആമീൻ പൗലോസ് പറയാണ്, നീതിയുള്ള കിരീടം, നീതിയുള്ള ന്യായാധിപതി എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, ബാക്കിയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കുമെങ്കിൽ ഈ രാക്കാലമി ഹോളിനുള്ളിരിക്കുന്ന എല്ലാവരുടെ കരങ്ങൾ ഉയരട്ടെ. എനിക്കുമുണ്ട് ആ പ്രത്യക്ഷതയുടെ സന്തോഷം, എനിക്കുമുണ്ട് ആ പ്രത്യക്ഷയുടെ വാഗ്ദത്തം, എനിക്കുമുണ്ട് കിരീടമെന്ന്. ഹല്ലേലൂയ. സൂമിലൂടെ കേൾക്കുന്നവർ ആയിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ ഈ കിരീടം നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആമേൻ ഒരു ഭക്തൻ പറഞ്ഞത്, എന്താ, ജോൺ ബെനിയൻ ഇങ്ങനെ പറഞ്ഞത്, ദ പിൽഗ്രിംസ് പ്രോഗ്രസ്സിൽ ഇങ്ങനെ പറഞ്ഞു, then I saw that there was a way to hell even from the gates of heaven. Then I saw that there was a way to hell even from the gates of heaven. സ്വർഗ കവാടത്തിങ്കൽ വെച്ച് പോലും എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്? നരകത്തിലേക്കുള്ള
സഞ്ചാരത്തിന് സാധ്യതയുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇന്നിരാക്കാല ഹൃദയത്തിൽ പ്രമാണം എഴുതപ്പെട്ടവരായിട്ട് നാം മാറ്റപ്പെടേണ്ടതിന് തിരുവചനം ഓർപ്പിക്കുന്നു. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശമില്ല. ആ മുൻകൂടാരം നീക്കിക്കൊണ്ട് യേശു കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ അത് കീറി പുതുവഴി നിയമിച്ചു തന്നപ്പോൾ ആ പുതുവഴിയായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു കയറാൻ ഭാഗ്യം സിദ്ധിച്ച ദൈവ പൈതലായിട്ട് ഞാൻ ഇന്നിരാക്കാല ഈ വചനം ശ്രവിച്ചുവെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് ജീവകിരീടം പ്രാപിക്കാൻ അവൻ എനിക്ക് ഒരു അവസരം നൽകിയിരിക്കുക. ഈ രാക്കാലത്തിനായിട്ട് ഞങ്ങൾ ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. നൽകുന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ക്രിസ്മസ് കാലയളവിൽ ദൈവമേ നീ വന്ന് അവതരിച്ചത് ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകുന്നതിനാ. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് എഴുതുന്നു, ഇത് പ്രമാണമായി സൂക്ഷിക്കുന്നു. മേലാൽ വഞ്ചിക്കപ്പെടാതിരിപ്പാൻ തക്കവണ്ണം സാത്താൻ്റെ സകല തന്ത്രങ്ങളും എതിർത്ത് നിൽപ്പാൻ ദൈവത്തോട് ഞങ്ങൾ അഭയാചന കഴിക്കുന്നു, പ്രാർത്ഥന കഴിക്കുന്നു. ദൈവമേ അവിടുന്ന് സ്വീകരിക്കണം, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായി നമ്മെ വഴി നടത്തുമാറാകട്ടെ. ആമേൻ.